ഈ ശൈല ടീച്ചർ ഈ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ കോടതിയിൽ ഹാജരാകുന്ന അവസരത്തിൽ അവിടെ പോയി പിന്തുണ പ്രഖ്യാപിച്ചു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഇവിടെ ആ കേസിലെ ശിക്ഷിക്കപ്പെട്ട പ്രതികളിൽ 2 അധ്യാപകന്മാരുണ്ട്. ദീർഘവർഷക്കാലം കുട്ടികളെ പഠിപ്പിച്ച് നാടിൻ്റെ അംഗീകാരം വാങ്ങിച്ച പൊതുപ്രവർത്തകന്മാരായിട്ടുള്ള 2 അധ്യാപകന്മാരടക്കമാണ് ശിക്ഷിക്കപ്പെട്ടത്. സ്വാഭാവികമായിട്ടും ആ അധ്യാപകന്മാരടക്കമുള്ള CPMൻ്റെ പ്രവർത്തകന്മാരോട് ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ള സ്നേഹം പ്രകടിപ്പിക്കും. സുപ്രീം കോടതിയാണ് വിധിയാണ് വന്നത്. ആ വിധിയെ മാനിച്ചുകൊണ്ട് അവർ ജയിലിലേക്ക് പോകുന്നു. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ആരെങ്കിലും അതിന് പിന്തുണ പ്രഖ്യാപിച്ച് മുദ്രാവാക്യം വിളിക്കുന്നു, പാർട്ടി നേതാക്കന്മാർ പോകുന്നു. എനിക്കിന്നലെ പോകാൻ പറ്റിയില്ല. എനിക്ക് സൗകര്യമുണ്ടെങ്കിൽ ഞാനും പോകുമായിരുന്നു. ഇനിയിപ്പോൾ ജയിലിൽ പോയിട്ട് ഈ അധ്യാപകന്മാരുൾപ്പെടെയുള്ള ആളുകളെ ഞാനും കാണും. അല്ലെന്നല്ലേ പറഞ്ഞത്? തെറ്റല്ലെന്നേ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ RSS നേതാവിൻ്റെ കാല് വെട്ടിയ കാര്യം മാത്രമാണ് ഈ നാട്ടിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അതിന് പിന്നിലുള്ള കഥകളുണ്ട്. ആ കഥകൾ മാധ്യമപ്രവർത്തകന്മാർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷേ ബോധപൂർവം നിങ്ങൾ മറച്ചു വെക്കുക. അദ്ദേഹം അക്കാലത്ത് അവിടെ ഒരു കേസിലെ പ്രതിയായിരുന്നു. ഒരു കല്ലുവെട്ട് തൊഴിലാളിയായിട്ടുള്ള CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് ജനാർദ്ദനൻ ജോലിക്കായി പോകുന്ന അവസരത്തിൽ മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ 2 കാലും തല്ലിയൊടിച്ചു. ആ കേസിലെ പ്രതിയാണ് ഈ RSSൻ്റെ നേതാവ്. എന്തായിരുന്നു ഈ ജനാർദ്ദനൻ ചെയ്തിട്ടുള്ള കുറ്റം? അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. സ്വന്തം കുട്ടികളെ, അതായത് ജനാർദ്ദൻ്റെ മക്കളെ RSSൻ്റെ ശാഖയിലേക്ക് കൊണ്ടുപോയി അച്ഛനോട് ചോദിക്കാതെ. ഈ ജനാർദ്ദനും ഈ RSS നേതാവും ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ അനുമതി കൂടാതെ RSSൻ്റെ ശാഖയിലേക്ക് നിർബന്ധിച്ച് കുട്ടികളെ കൊണ്ടുപോയതിനെ ചോദ്യം ചെയ്തു പരസ്യമായിട്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ ഫ്യൂഡൽ മനോഭാവമുള്ള കുടുംബങ്ങളിൽ നിന്നാണല്ലോ RSSലേക്ക് ആളുകൾ പോകുന്നത്. കാരണം ആ നാടുവാഴിത്ത മനോഭാവം. അപ്പോൾ തന്നെ പരസ്യമായിട്ട് ജനാർദ്ദനൻ ചോദ്യം ചെയ്തു. വേറെ ജനാർദ്ദനൻ ആക്രമിക്കാനൊന്നും പോയിട്ടില്ല. സ്വന്തം കുഞ്ഞുങ്ങളെ RSSൻ്റെ ശാഖയിലേക്ക് അച്ഛൻ്റെ അനുവാദം കൂടാതെ കൊണ്ടുപോയതിനെ പരസ്യമായിട്ട് ചോദ്യം ചെയ്തതിൻ്റെ പേരിലാണ് കല്ലുകൊത്ത് തൊഴിലാളിയായിട്ടുള്ള ജനാർദ്ദൻ്റെ 2 കാലും അടിച്ച് തകർത്തത്. ആ കേസിലെ പ്രതിയായിരുന്നു ഈ RSS നേതാവ്. സ്വാഭാവികമായിട്ടും നാട്ടിൽ ശക്തമായിട്ടുള്ള അമർഷം വന്നു. ആ അമർഷം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സദാനന്ദന് നേരെയുള്ള അക്രമം നടന്നിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിൻ്റെ പിന്നാമ്പുറ കഥകൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ RSS എന്താണ് എന്ന് മാധ്യമപ്രവർത്തകന്മാരാകെ തിരിച്ചറിയുന്നുണ്ടല്ലോ ഇപ്പോൾ, അല്ലേ? ഛത്തീസ്ഗഡിൽ മലയാളി മാധ്യമപ്രവർത്തകന്മാർക്ക് നല്ലോണം കിട്ടിയല്ലോ. ഇതിന് റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ RSSൻ്റെ പോഷക സംഘടനയായിട്ടുള്ള ബജ്രംഗ് ദളിൻ്റെ ഹീനമായിട്ടുള്ള കൃത്യങ്ങൾ, വിദ്വേഷ പ്രചരണം എന്ന് മാത്രമല്ല, ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന കന്യാസ്ത്രീകളെ രാജ്യദ്രോഹികളായി മുദ്രയടിക്കുന്ന അത്യന്തം ഹീനമായിട്ടുള്ള നടപടിക്കെതിരായി രാജ്യത്തുടനീളം ഉയർന്നിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി മാധ്യമപ്രവർത്തകന്മാർ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ മർദ്ദിക്കുന്ന വാർത്തയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അപ്പോൾ അതാണ് RSS. അപ്പോൾ RSSനെതിരായിട്ട് സ്വാഭാവികമായിട്ടും നാട്ടിൽ അമർഷമുണ്ടാവും. വേറൊരു കാര്യം, ഈ ശൈല ടീച്ചർ ഈ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ കോടതിയിൽ ഹാജരാകുന്ന അവസരത്തിൽ അവിടെ പോയി പിന്തുണ പ്രഖ്യാപിച്ചു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഇവിടെ ആ കേസിലെ ശിക്ഷിക്കപ്പെട്ട പ്രതികളിൽ 2 അധ്യാപകന്മാരുണ്ട്. ദീർഘവർഷക്കാലം കുട്ടികളെ പഠിപ്പിച്ച് നാടിൻ്റെ അംഗീകാരം വാങ്ങിച്ച പൊതുപ്രവർത്തകന്മാരായിട്ടുള്ള 2 അധ്യാപകന്മാരടക്കമാണ് ശിക്ഷിക്കപ്പെട്ടത്. സ്വാഭാവികമായിട്ടും ആ അധ്യാപകന്മാരടക്കമുള്ള CPMൻ്റെ പ്രവർത്തകന്മാരോട് ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ള സ്നേഹം പ്രകടിപ്പിക്കും. സുപ്രീം കോടതിയാണ് വിധിയാണ് വന്നത്. ആ വിധിയെ മാനിച്ചുകൊണ്ട് അവർ ജയിലിലേക്ക് പോകുന്നു.
അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ആരെങ്കിലും അതിന് പിന്തുണ പ്രഖ്യാപിച്ച് മുദ്രാവാക്യം വിളിക്കുന്നു, പാർട്ടി നേതാക്കന്മാർ പോകുന്നു. എനിക്കിന്നലെ പോകാൻ പറ്റിയില്ല. എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാനും പോകുമായിരുന്നു. ഇനിയിപ്പോൾ ജയിലിൽ പോയിട്ട് ഈ അധ്യാപകന്മാരുൾപ്പെടെയുള്ള ആളുകളെ ഞാനും കാണും. അല്ല എന്നല്ലേ പറഞ്ഞത്. തെറ്റല്ല എന്നേ പറഞ്ഞത്. കാരണം നിങ്ങൾക്ക് അടി കൊണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ RSSനെ ഈ വിധം പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ മാധ്യമപ്രവർത്തകന്മാർക്ക് സ്വതന്ത്രമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം തന്നെ അസാധ്യമാവും എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഛത്തീസ്ഗഡിൽ നിന്ന് വന്നിട്ടുള്ള വാർത്ത. അപ്പോൾ അതുകൊണ്ട് RSS എന്ന് പറയുന്നത് അത് പുത്തൻ ഫാസിസ്റ്റ് പ്രവണതകൾ പേടിപ്പിക്കുന്ന ഒരു ശക്തിയാണ്. അപ്പോൾ അതിൻ്റെ ഭീവത്സമായിട്ടുള്ള ആക്രമണത്തിൻ്റെ ഇരയായിരുന്നു ആര്? ജനാർദ്ദനൻ, CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി, കല്ലുതൊത്തുലാലി. അയാളുടെ കുട്ടികളെയാണ് RSSൻ്റെ ശാഖയിലേക്ക് ഇദ്ദേഹം കൊണ്ടുപോയത്. അല്ലല്ല, പകരത്തിന് പകരം വീട്ടാൻ പാടില്ല എന്ന് തന്നെയാണ് CPMൻ്റെ നിലപാട്. പക്ഷേ ഈ ജനാർദ്ദനെ പോലെയുള്ള ഒരു പൊതുപ്രവർത്തകനെ ഈ വിധം പരസ്യമായിട്ട് ആക്രമിച്ചപ്പോൾ ആ നാട്ടിൽ നിന്ന് രോഷമുണ്ടായിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തി ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ നിലക്ക് കണ്ടാകും.